എല്ലാവർക്കും നമസ്കാരം. ദീപിക ബാലസഖ്യത്തിൻ്റെ ഓഫീസിൽ നിന്ന് എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞു കൂട്ടുകാർക്കും പുതുവത്സരാശംസകൾ നേരുകയാണ്. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു കഥ പറയാം എന്ന മത്സരത്തിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട KG കൂട്ടുകാർക്കും LP കൂട്ടുകാർക്കും വേണ്ടി കുട്ടികളുടെ ദീപികയും ദീപിക ബാലസഖ്യവും കൂടി സംയുക്തമായി അണിയിച്ചൊരുക്കിയ കഥ പറച്ചിൽ മത്സരം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടത്തിന് കാരണമായി. ഞാൻ ഇതിനു മുമ്പൊരു റിസൾട്ട് അനൗൺസ് ചെയ്തപ്പോഴും സങ്കടത്തോടെയാണ് അനൗൺസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സങ്കടം ഒന്നുമില്ല, എന്നാൽ എല്ലാ കുഞ്ഞുമക്കൾക്ക് സമ്മാനം തരാൻ പറ്റിയില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്. കാരണം അതുപോലെ മനോഹരമായിട്ടാണ് കുഞ്ഞുമക്കളെല്ലാവരും ഈ ഒരു പദ്ധതിയിൽ പങ്കുചേർന്നത്. ഇത് സത്യത്തിലൊരു മത്സരം ഒന്നുമല്ല, എന്നാലും നമ്മുടെ മക്കൾക്ക് നല്ല ഉച്ചാരണ ശുദ്ധിയോടെ സംസാരിക്കാനും അവരുടെ ആശയവിനിമയം നടത്തുന്ന സമയത്തുള്ള അവരുടെ ഭാവം, എക്സ്പ്രഷൻസ്, അവരുടെ ഉച്ചാരണം, സ്ഫുടത, ഇതെല്ലാം പരിശോധിക്കാനും പിന്നെ മനസ്സിലാക്കി സംസാരിക്കാനുള്ള കഴിവ് വളർത്താനും വേണ്ടിയൊക്കെയാണ് നമ്മളിങ്ങനെയൊരു മത്സരം സംഘടിപ്പിച്ചത്. ഏതായാലും ആ മത്സരത്തിൽ LP വിഭാഗത്തിൻ്റെയും KG വിഭാഗത്തിൻ്റെയും മത്സരമായിരുന്നു. ആ മത്സരത്തിൻ്റെ റിസൾട്ട് ഒന്ന് അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ പങ്കെടുത്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ. സമ്മാനം നേടിയവർക്ക് പ്രത്യേക കൺഗ്രാജുലേഷൻസ്. ഓക്കെ, അപ്പോൾ LP വിഭാഗം കഥ പറച്ചിൽ മത്സരത്തിൽ ഒന്നാം സമ്മാനം നേടിയിരിക്കുന്നത് മൂവാറ്റുപുഴ നിർമ്മല ജൂനിയർ സ്കൂളിലെ ജന്ന ജെറ്റ്ലിയാണ്. അപ്പം ജന്ന മോൾക്ക് നല്ല അവതരണമായിരുന്നു കേട്ടോ, മികച്ച അവതരണമായിരുന്നു. പ്രത്യേക അഭിനന്ദനങ്ങൾ. രണ്ടാം സമ്മാനം നേടിയിരിക്കുന്നത് 2 പേരാണ്. നല്ല കട്ടയ്ക്ക്, അങ്ങനെയാണല്ലോ ഇപ്പോൾ നിങ്ങൾ പറയുന്നത്, നല്ല കട്ടയ്ക്ക് നിന്നു. അപ്പം 2 മക്കൾ നല്ല കട്ടയ്ക്ക് നിന്ന മക്കളാണ്. ഒന്ന് ചങ്ങനാശ്ശേരി AKM പബ്ലിക് സ്കൂളിലെ ലൂക്ക രാകേഷ്. രണ്ടാമത്തേത് തൃശ്ശൂർ ചേലക്കര LF LPSലെ നക്ഷത്ര സജീഷ്. 2 കൂട്ടുകാർക്കും 2ാം സമ്മാനം കിട്ടിയിരിക്കുകയാണ്. പ്രത്യേകം അഭിനന്ദനങ്ങൾ കേട്ടോ. 3ാം സമ്മാനം വേങ്ങല്ലൂർ NM LPSലെ കനി PK എന്ന കൂട്ടുകാരിക്കാണ്. ഒരാൾ കൂടി 3ാം സമ്മാനം കിട്ടിയിട്ടുണ്ട്. തൃശ്ശൂർ വിവേകോദയം ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സായന്ത് ക്കാണ് 3ാം സമ്മാനം. ഇങ്ങനെ 3 സമ്മാനങ്ങൾ നേടിയ 5 കൂട്ടുകാരുടെ പേരാണ് അനൗൺസ് ചെയ്തത്. ഇനി ഈ കഥ പറഞ്ഞ കൂട്ടുകാരിൽ നിന്ന് A ഗ്രേഡ് നേടിയ, മികവ് പുലർത്തിയ, അതായത് 3ാം സമ്മാനത്തിന് തൊട്ട് താഴെ വരെ വന്ന് നിൽക്കുന്ന കൂട്ടുകാരുടെ പേരൊന്ന് വായിക്കുകയാണ്. മാർസിയ പ്രവീൺ NM LPS വെങ്ങനല്ലൂരാണ് കേട്ടോ. ജാനകി രാജീവ് ഗവൺമെൻറ് UPS അക്കരപ്പാടം. ഗൗരീഷ് D നായർ ഏതൻ ഇംഗ്ലീഷ് മീഡിയം മുട്ടം മാവേലിക്കര. ഭൂമിക S സെൻറ് മേരീസ് LPS കായംകുളം. മുഹമ്മദ് സയാൻ വിമല പബ്ലിക് സ്കൂൾ തൊടുപുഴ. അമേയ പ്രതീഷ് SJ LPS പൈങ്ങോട്ടൂർ കോതമംഗലം. ഡാരിൻ ആന്റണി ഡിൻഡോ സെൻറ് ആന്റണീസ് CUPS ചൗക്ക. സെറാസന മെഹറിൻ ഡീപോൾ പബ്ലിക് സ്കൂൾ തൊടുപുഴ. ഹയാ തൻസീൽ ബഥനി സെൻട്രൽ സ്കൂൾ നങ്ങ്യാർകുളങ്ങര. അന്ന വി അനൂപ് ഹോളിക്രോസ് HSS ചേർപ്പുങ്കൽ പാല. ആൻലിയ വിമൽ സെന്റ് തെരേസാസ് GHS ബ്രഹ്മകുളം. നിവനേഹ KG ഗവൺമെൻറ് HW LPS നേരേക്കടവ് വൈക്കം. ആസിഖ് അജീഷ് സെന്റ് തെരേസാസ് LPS വാഴപ്പള്ളി ചങ്ങനാശ്ശേരി. ഹർഷിത സച്ചിൻ നിർമ്മല ജൂനിയർ സ്കൂൾ മൂവാറ്റുപുഴ. പ്രജ്വൽ പ്രവീൺ ചിന്മയ വിദ്യാലയ കോട്ടയം. എവലിൻ ജെബിൻ സെന്റ് തെരേസാസ് LPS വാഴപ്പള്ളി. നൂറ M ഇക്ബാൽ ഏതൻ എഡ്യൂക്കേഷൻ സെന്റർ മുട്ടം. ഇസബൽ അന്ന തോമസ് തിരുമൂല വിലാസം തിരുമൂലപുരം. ജാനകി രാജീവ് ഗവൺമെൻറ് UP സ്കൂൾ അക്കരപ്പാടം. അജിഷ്മ വിജയ് സെന്റ് മാത്യൂസ് LPS കുച്ചുപ്പുറം തിരുവനന്തപുരം. ക്രിസ് മാത്യു ജോൺ മൗണ്ട് കാർമൽ ആംഗ്ലോ ഇന്ത്യൻ സ്കൂൾ തങ്കശ്ശേരി കൊല്ലം. ജുവാന എൽസ ജോബി സെന്റ് മാത്യൂസ് LPS കടനാട് പാല. യെവിൻ സി ബിബിൻ നിർമ്മല ജൂനിയർ മൂവാറ്റുപുഴ.
ജീവന അജീഷ് ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തങ്കശ്ശേരി കൊല്ലം. ആഞ്ചലോ മൈക്കിൾ സന്തോഷ് സെൻറ് ജോസഫ് പബ്ലിക് സ്കൂൾ ആളൂർ. അബി ആൽബിൻ മനു സെൻറ് ജോസഫ് LPS പൈങ്ങോട്ടൂർ. അക്സ ശോശ വർഗീസ് BBLPS നങ്ങ്യാറോളങ്ങര. തേജസ്വിനി GS സെൻറ് മേരീസ് LP സ്കൂൾ കായംകുളം. പൂർണിത H സെൻറ് മേരീസ് LP സ്കൂൾ കായംകുളം. ഐറിൻ അജീഷ് സെൻറ് ജോസഫ് സ്കൂൾ ആളൂർ. ജൂഡിത്ത് ക്ലെയർ ജസ്റ്റിൻ സെൻറ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കുറുമ്പനാടം. അനയ PS SHCG LP സ്കൂൾ ചാലക്കുടി. നിരഞ്ജൻ A സെൻറ് മേരീസ് LPS കായംകുളം. ഫാത്തിമ ഫൈഹ SHCLP സ്കൂൾ വൈലത്തൂർ. ജിയോൺ C ബിബിൻ നിർമ്മല ജൂനിയർ സ്കൂൾ മൂവാറ്റുപുഴ. ആരോൺ തോമസ് സെൻറ് തോമസ് UPS പൈങ്കുളം. ഇസ്ര ജാൻസ് സെൻറ് മേരീസ് UPS ചിയാരം. അനയ PS SHCGLP ചാലക്കുടി. എസ്തേർ സാം സെൻറ് ആന്റണീസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നടുക്കുന്ന് വെളിയം. ദിയാന സാജൻ സെൻറ് മേരീസ് LPS ചാരുമൂട്. ഹംദ ഫാത്തിമ അമീൻ ചിന്മയ വിദ്യാലയം കോട്ടയം. വേദിക പ്രജുൽ പള്ളോട്ടി ഹിൽ പബ്ലിക് സ്കൂൾ അഗസ്ത്യമൊഴി മുക്കം കോഴിക്കോട്. ഭദ്ര N അജയ് സെൻറ് ആൻഡ്രൂസ് കദളിക്കാട് തൊടുപുഴ. നിയത D ചിന്മയ വിദ്യാലയ കോട്ടയം. എസ്തർ പയസ് സെൻറ് മേരീസ് CUPS ചിയാരം തൃശൂർ. അരവിന്ദ് V MD EM LP സ്കൂൾ തിരുമൂലപുരം പത്തനംതിട്ട. ബേസിൽ തോമസ് ലിസ്യൂസ് LP സ്കൂൾ ഇത്തിത്താനം. സാവിയോ ഫിലിപ്പ് ബിനു ഓക്സിലിയം സ്കൂൾ കട്ടപ്പന. ആദ്രിത അനീഷ് SNUP സ്കൂൾ പള്ളിയാട്. മെറിൽ ലിയോ LF LPS കൊരട്ടി. ഇനിയുണ്ട് കേട്ടോ. ലയ സാറ ലിജോ സെൻറ് ആൻഡ്രൂസ് LPS കദളിക്കാട് മൂവാറ്റുപുഴ. മിയ മുരളി BBLPS നങ്ങ്യാറോളങ്ങര. ആഗ്നേയ S സെൻറ് മേരീസ് LPS കായംകുളം. ആർഷ അനിൽ സെൻറ് മേരീസ് LPS കായംകുളം. കണ്ടോ, സെൻറ് മേരീസ് LPS കായംകുളത്തിൻ്റെ സ്പെഷ്യൽ അനുമോദനം തരികയാണ് കേട്ടോ. കാരണം ധാരാളം മക്കളെ ഈ മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും സമ്മാനം മേടിക്കുകയും ചെയ്തു. ഇനിയുമുണ്ട്. സാത്വിക വിനീത് ബസേലിയൻ പബ്ലിക് സ്കൂൾ പാലിയക്കര തിരുവല്ല. ഐഷ ഫാത്തിമ സെൻറ് മേരീസ് LPS കായംകുളം. കൃതിക സെൻറ് മേരീസ് LPS കായംകുളം. പാർവതി K പ്രവീൺ BBLPS നങ്ങ്യാറുകുളങ്ങര. അക്ഷയ് സന്തോഷ് സെൻറ് ജോസഫ് LPS പൈങ്ങോട്ടൂർ. കണ്ടോ, അപ്പം നങ്ങ്യാറുകുളങ്ങര BBLPS, പിന്നെ കായംകുളം സെൻറ് മേരീസ്, പിന്നെ ഏതാണ് SHCGLP സ്കൂൾ ചാലക്കുടി, പിന്നെ നമ്മുടെ നിർമ്മല ജൂനിയർ മൂവാറ്റുപുഴ തുടങ്ങിയ സ്കൂളുകളൊക്കെ ധാരാളം കുട്ടികളെ ഇതിൽ പങ്കെടുപ്പിച്ചിട്ടുണ്ട്. പിന്നെ തങ്കശ്ശേരി നമ്മുടെ ആംഗ്ലോ ഇന്ത്യൻ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ തങ്കശ്ശേരി, പിന്നെ സെൻറ് മാത്യൂസ് LPS കുച്ചുപ്പുറം. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ധാരാളം സ്കൂളുകൾ മക്കളെയെല്ലാം വായിക്കാൻ, കഥ പറയാൻ പഠിപ്പിച്ച് മത്സരിപ്പിച്ച് A ഗ്രേഡ് വാങ്ങിച്ച് സ്കൂളിൻ്റെ അഭിമാനമാക്കി മാറ്റി. അപ്പം അങ്ങനെ നമ്മുടെ LP വിഭാഗത്തിൽ നിന്ന് സമ്മാനിതരായ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഹൃദ്യമായ അഭിനന്ദനങ്ങൾ. ഇനിയും കഥ പറച്ചിൽ മത്സരങ്ങളിൽ മക്കൾ പങ്കെടുക്കണം. ഈ കഥ പറയുമ്പോൾ മക്കൾ ഓർക്കണം, നമ്മൾ ആ കഥാപാത്രങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് ചെന്ന് ഇറങ്ങുകയാണ്. കഥാസന്ദർഭങ്ങളെ നമ്മൾ ഉൾക്കൊള്ളുകയാണ്. നമ്മൾ കഥ പറയുമ്പോൾ ഒരു കഥാപ്രസംഗകനോ പ്രസംഗകയോ ആയി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് കഥ പറച്ചിൽ നല്ല വിവിധ കഴിവുകൾ വളർത്താൻ കഴിയുന്ന ഒരു മത്സരമാണ്. അതുകൊണ്ട് ഇനിയും DCL കുട്ടികളുടെ ദീപിക നടത്തുന്ന ഈ മത്സരത്തിൽ കൂട്ടുകാർ പങ്കെടുക്കണം. കുട്ടികളുടെ ദീപിക വായിക്കുകയും വേണം കേട്ടോ. കാരണം മലയാളത്തിലെ ആദ്യ ബാലമാസികയാണ് നമ്മുടെ കുട്ടികളുടെ ദീപിക. കുട്ടികളുടെ ദീപികയാണ് ദീപിക ബാലസികത്തോടൊപ്പം ചേർന്ന് ഈ മത്സരം നടത്തുന്നത്. അതുകൊണ്ട് എല്ലാ കൂട്ടുകാരും കുട്ടികളുടെ ദീപിക വായിക്കുകയും വേണം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. God bless you. Happy New Year. Okay? Thank you.